ഇപ്പം വൈഫിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ചേട്ടൻ ഈ സിനിമയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും സപ്പോർട്ട് ചെയ്തത് അനുപമ ചേച്ചിയാണ്. ഇപ്പം ആ പേര് കൊണ്ടല്ലോ അവിടെ അനുപമ വി നമ്പ്യാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാണ്, കാരണം അഭിനയിക്കാൻ ഏറ്റവും സപ്പോർട്ട് ചേച്ചിയായിരുന്നു. മറ്റേ അന്ന് പറഞ്ഞിരുന്നല്ലോ അഭിനയിക്കാൻ പഠിക്കാൻ പോകുന്നൊക്കെ ചേച്ചി പറഞ്ഞിരുന്നില്ലേ പണ്ട്. അപ്പം അതേ ആളോട് ഞാനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം അനു എന്ന് പറയുമ്പോൾ എന്താ ചേച്ചി ആദ്യം പറഞ്ഞത്? എല്ലാത്തിനും സപ്പോർട്ടാണ് എനിക്ക്. അത് ഭയങ്കരമായിട്ട് കൂടെ നിൽക്കുന്നതാണ്. ഈ പറഞ്ഞ പോലെ എന്ത് പ്രശ്നം ഇപ്പം ഞാൻ ഉണ്ടാക്കിയാലും അതിൻ്റെ അതായത് പ്രശ്നം തന്നെയാണ്. എന്നോട് കാര്യങ്ങൾ പറയും, പക്ഷേ സപ്പോർട്ട് ചെയ്യും. അപ്പം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമല്ല. ഐ മീൻ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുമല്ലോ, നമ്മളൊരു നല്ല കാര്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണല്ലോ. അല്ല, ആ ഒരു ടെൻഷൻ ഡെഫിനറ്റ്ലി അനുവിനും കാണുമായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഇപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ 100 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ ചിലവാക്കാം, നീ 20 രൂപ ഉണ്ടായിട്ട് 10 രൂപ ചിലവാക്കാൻ നോക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് ബാലപാഠങ്ങളാണ്. ഇതൊക്കെ പണ്ട് അച്ഛൻ പറഞ്ഞു തന്നതും ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പം നമ്മളൊരു പടം പ്രൊഡ്യൂസ് ചെയ്ത് പടത്തിന് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഫാമിലി പട്ടിണിയാവും. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ഒരിക്കലും അതിലേക്ക് ഞാൻ കടക്കില്ല. അതെ, അപ്പം എല്ലാം ആലോചിച്ചിട്ട് തന്നെയാണ്. ഇപ്പം ലാസ്റ്റ് ട്രെയിലറിൽ പറയുന്ന പോലെ അങ്ങനെ തന്നെയാണ് നമ്മൾ നിങ്ങള് അതിനെപ്പറ്റി കൂടുതൽ ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊക്കെ പറഞ്ഞതാണ്. ആക്ച്വലി ഇത് എന്താണ് കൃഷ്ണദാസ് എനിക്ക് തന്നൊരു പണിയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഇപ്പൊ ആൾക്കാരെല്ലാരും അതിന് ചോദിച്ചോണ്ടിരിക്കുന്നത്, ട്രോളാണ് ആൾക്കാർ എന്നെ. ഡയലോഗ് പടത്തിലെ ഒരു സീനാണത്. അതെ, അതുകൊണ്ട് തന്നെ നമ്മളെല്ലാരും പ്രത്യേകിച്ച് അതാണല്ലോ ട്രെയിലർ നിർത്തുന്നതും ആ ഡയലോഗിലാണ്. കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കും. ഇപ്പം സായി ചേട്ടനെ കുറിച്ച് പറഞ്ഞപ്പോൾ സായി ചേട്ടൻ നമ്മുടെ കൂടെ ഇല്ല. അപ്പോൾ സായി ചേട്ടനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം 2005 മമ്മൂക്കയുടെ രാജമാണിക്യത്തിലും ഒപ്പം തന്നെ മോഹൻലാലിൻ്റെ സിനിമയിലും രണ്ടിലും അച്ഛനായിട്ട് വന്ന് ചോട്ടാ മുംബൈയിലും ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു. അപ്പം ഇതിൽ അച്ഛനാണോ അമ്മായി അച്ഛനാണോ? അച്ഛനാണ്. ബ്ലോക്ക് ബസ്റ്റർ അടിച്ചു. അല്ലേ, അതൊരു ശരിക്കും അവർ രണ്ടുപേരുടെയും കരിയറിലെ ഭയങ്കര വലിയ സിനിമകളല്ലായിരുന്നു അത്. അപ്പൊ ഇതും സൈജു കുറുപ്പിന്റെ അതിനകത്ത് വ്യത്യാസം വെച്ചാൽ സൂപ്പർ സ്റ്റാർസിന്റെ അച്ഛനായിട്ടാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. അച്ഛൻ തന്നെയല്ലേ.